രാവിലെ തന്നെ ഇത് എത്രാമത്തെ കൂട്ടുകയാണെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം നമ്മൾ തലേദിവസം ഉറങ്ങിയില്ല, അതാ ഇപ്പോഴും ഉറങ്ങുന്നില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ വർക്കും കൂടെ കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങാം. അപ്പോൾ നമ്മളെല്ലാവരും പണിയെടുക്കുന്നു. എന്തിനു വേണ്ടി പണിയെടുക്കുന്നു? ഫുഡ് കഴിക്കാൻ അല്ലേ? പണിയെടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പണിയെടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് വേണ്ടി നമ്മളിത് രാവിലെ തന്നെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ബിക്കോസ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോസ്റ്റ്യൂമിൽ വരാൻ പോകുന്നത്. സോ നമ്മൾ പൊറോട്ട, മുട്ടക്കറി, പിന്നെ മീൻ പൊരിച്ചത്, 2 മീൻ പൊരിച്ചത്, പിന്നെ കുറച്ച് പുട്ട്, കടല, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഓർഡർ ചെയ്തപ്പോൾ അയ്യോ പുട്ടും മീനുമോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. പക്ഷേ സംഭവം അടാറ് ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതേ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി നമ്മളിതാ ഷൂട്ടിന് പോവുകയാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കോസ്റ്റ്യൂം റിവീൽ ഞാനിവിടെ നടത്താൻ പോവുകയാണ്. യെസ്, ഇറ്റ്സ് എ ക്യൂട്ട് പർദ്ദ. ഞാനൊരു ജൂലി മൊഞ്ചത്തിക്കുട്ടി ആയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയില്ലേ. അവരങ്ങനെ നല്ല അടിപൊളിയായിട്ട് എന്നെ സെറ്റ് ചെയ്ത് ഒരുക്കി. ഇനി നമുക്ക് ഷൂട്ടിൻ്റെ ടൈമാണ്. UAE-ലുള്ളൊരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഷൂട്ട് ആക്ച്വലി ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിലവിടെയെന്ന് പണിയൊക്കെ തീർത്ത് വേഗം തന്നെ ബിരിയാണി കഴിക്കാൻ പോയി. അങ്ങനെ ബിരിയാണി കഴിച്ച് ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ ദേ ഈ കാണുന്ന ആൾക്കാരുടെ കൂടെ വേറെ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പോയത്. ആക്ച്വലി എനിക്ക് ഈ സാധനങ്ങളുടെ പേരുകളൊന്നും എനിക്കറിയില്ല, അത്ര ഫെമിലിയർ അല്ല ഞാൻ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫുഡ്സായിട്ട്. പക്ഷേ എല്ലാം നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ സാധനം ബദാം മിൽക്കാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റുഡിയോയിൽ പോയി അജയ്ക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അജയ് എന്നെക്കൊണ്ടൊരു പാട്ട് പാടിച്ച് ചോര തുപ്പിച്ചു ഗൈസ്. ഈശ്വര, ആ പാട്ടിൻ്റെ എന്ത് റിലീസാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് വൈകാതെ തന്നെ വരും. അങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ ക്ഷീണത്തിൽ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് ഫ്രൈഡ് ചിക്കൻ മോമോസും 2 മൊഹിറ്റോയും കുടിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേ ശുഭം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.